അക്സയുമായുള്ള വിവാഹത്തിന് ഒരു തരത്തിലും കിനാന്റെ വാപ്പ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വാപ്പയുടെ അനുവാദം വാങ്ങാൻ ഒരിക്കൽ കൂടി അക്സയും കിനാനും വാപ്പയെ കാണാനെത്തി. പക്ഷേ തന്റെ സ്ഥാനത്തു നിന്നും ഒട്ടും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ വാപ്പ ഒരുക്കമായിരുന്നില്ല. ഈ വിവാഹം നടക്കില്ല എന്നയാൾ തീർത്തു പറഞ്ഞു. അതോടെ അത്ര നേരം കേട്ടുനിന്നുകൊണ്ടിരുന്ന കിനാൻ പൊട്ടിത്തെറിക്കുകയാണ്. എന്റെ പാസ്റ്റ് അറിഞ്ഞിട്ടും അക്സ എന്നെ കെട്ടാൻ തയ്യാറായി വന്നതാ. എന്നെ സ്നേഹിക്കുകയേ ചെയ്യുന്നേ. വാപ്പാക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തത്? ഇനിയും അക്സയെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. വാപ്പയ്ക്ക് സമ്മതമല്ലേ വേണ്ട. ഞാനും അക്സയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്റെ ജീവിതം തീരുമാനിക്കാൻ എനിക്കറിയാം. ദേഷ്യത്തിൽ വാപ്പയോട് സംസാരിച്ച് അക്സയുടെ കൈപിടിച്ച് കിനാൻ ഇറങ്ങിപ്പോയി. കിനാൻ അങ്ങനെ പോയത് കിനാന്റെ വാപ്പയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. സ്വിമ്മിംഗ് പൂളിനടുത്ത് നിൽക്കുകയായിരുന്ന അദ്ദേഹം മയങ്ങി പൂളിലേക്ക് വീണു. കുറച്ചു സമയം കഴിഞ്ഞ് ആവശ്യത്തേക്ക് വന്ന കിനാന്റെ ഉമ്മയായിരുന്നു ബോധരഹിതനായി പൂളിൽ വീണുകിടക്കുന്ന തന്റെ ഭർത്താവിനെ കണ്ടത്. ഒരു ഞെട്ടലോടെ സഹായത്തിനായി അവർ അലറി വിളിച്ചു. ഇതേസമയം മറുവശത്ത് താരിയാണെങ്കിൽ പൂളിനരികിൽ ദുഃഖത്തോടെ ഇരിക്കുകയായിരുന്നു. വിവാഹമോതിരത്തിലേക്കും അവൾ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിൽ സൽമാനോട് നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയായിരിക്കാൻ താൻ ശ്രമിക്കാം എന്ന് താരി പറഞ്ഞെങ്കിലും താരിക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. താരിയുടെ മനസ്സ് മുഴുവൻ അപ്പോഴും ബിയാൻ തന്നെയായിരുന്നു. താരി അങ്ങനെ കൺഫ്യൂസ്ഡായി ചിന്തിച്ചിരിക്കുന്നത് സൽമാൻ നോക്കിക്കാണുന്നുണ്ട്. സൽമാൻ പുറത്തുപോയി. ആ സമയം സാറ അവിടെ സൽമാനെ കാണാൻ എത്തിയിരുന്നു. അവിടെ നിന്നിരുന്നത് ഒരു ചരിത്ര നിർമ്മിതിയിലായിരുന്നു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സാറ സൽമാന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നാലെ സൽമാൻ സംസാരിക്കാൻ ആരംഭിച്ചു. തലേദിവസം ഞാൻ താരിയോട് സംസാരിച്ചിരുന്നു. നല്ലൊരു ഭാര്യയാവാൻ ശ്രമിക്കാം എന്ന് താരി പറഞ്ഞിട്ടുമുണ്ട്. എന്താ നിന്റെ തീരുമാനം? മുമ്പോട്ട് എന്താ ചിന്തിക്കുന്നത്? താരിക്കൊപ്പം ജീവിക്കാം എന്നാ ഞാൻ കരുതുന്നത്. അതിലൊരു കാര്യവുമില്ല. താരിയുടെ മനസ്സ് മുഴുവൻ എപ്പോഴും ബിയാൻ മാത്രമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അവൾ ബിയാന്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തും. മറുവശത്ത് കിനാന്റെ വാപ്പ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഉമ്മയായിരുന്നു വേഗത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. വിവരമറിഞ്ഞ ബിയാൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. നടന്ന കാര്യങ്ങളത്രയും ഉമ്മ ബിയാനോട് പറഞ്ഞു. കിനാൻ അങ്ങനെ വിട്ടുപോയതുകൊണ്ടാ വാപ്പക്ക് അങ്ങനെ സംഭവിച്ചത്. എങ്ങനെയെങ്കിലും കിനാനെ കണ്ടെത്തി കൊണ്ടുവരാൻ ബിയാനോട് ഉമ്മ ആവശ്യപ്പെട്ടു. കിനാൻ അതിന് പുറപ്പെടാൻ ഇറങ്ങുമ്പോഴേക്കും വിവരമറിഞ്ഞ താരി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. താരിയും നടന്ന സംഭവങ്ങൾ അറിഞ്ഞു. കിനാനെ നോക്കുവാൻ ബിയാൻ പുറപ്പെടുന്നു എന്ന് കണ്ട് താനും ബിയാന്റെ കൂടെ വരാം. കഴിഞ്ഞ തവണ ഇതുപോലെ നീ പോയപ്പോ അപകടം സംഭവിക്കാൻ പോയതാണ്. ഇത്തവണ അത് ആവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ താരി ബിയാന്റെ കൂടെ ചെല്ലാൻ തയ്യാറായി. പുറത്തേക്കെത്തിയതും ആരുടെ കാറിൽ പോവണം എന്നതിനെപ്പറ്റി അവർക്കിടയിൽ പഴയ പോലെ ഒരു വാക്കുതർക്കമുണ്ടാവുന്നുണ്ട്. ഒടുവിൽ താരിയുടെ കാറിൽ തന്നെ പോവാൻ ബിയാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴാണ് തന്റെ ഭർത്താവ് സൽമാനോട് അനുവാദം ചോദിക്കേണ്ട കാര്യം താരി ആലോചിക്കുന്നത്. ഉടനടി അവൾ സൽമാനെ ഫോൺ ചെയ്തു. കാര്യങ്ങൾ സൽമാനോട് വിശദീകരിച്ചു. ബിയാനൊപ്പം അങ്ങനെ പോകുന്നു എന്നതിൽ സൽമാന് ആദ്യം ഒരു വല്ലായ്മ തോന്നിയെങ്കിലും അത്യാവശ്യമായിരിക്കും എന്ന് തന്നെ കരുതി സൽമാൻ ഓക്കെ പറഞ്ഞു. മറുവശത്ത് അമിയും വാപ്പയും കൂടി റിലീജിയസ് കോർട്ടിൽ വിവാഹമോചനത്തിനായി എത്തിയിരിക്കുകയായിരുന്നു. താൻ നേരിടുന്ന പ്രശ്നങ്ങളും നടന്ന കാര്യങ്ങളുമൊക്കെ വേദനയോടെ അവൾ കോർട്ടിൽ സൂചിപ്പിച്ചു. പക്ഷെ ജഡ്ജസ് പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിവാഹമോചനം നടത്താൻ ഒരുങ്ങിയാൽ ഇതിനുശേഷമുള്ള ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ശരിക്കൊന്ന് ആലോചിക്ക്. നിങ്ങൾ പരസ്പരം സംസാരിച്ച് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്ത്. ഉടൻ അമ്മയുടെ വാപ്പ പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അഗുമിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് അഗോസ്റ്റ് എന്ന തന്റെ പ്രയോഗവും ആവർത്തിച്ച് പറഞ്ഞ് ജഡ്ജസിനെ അടക്കം ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഗുമും ഫാമിലിയും കയറി വന്ന അഗും അമ്മയുടെ തൊട്ടടുത്തുള്ള കസേരയിലിരുന്നു. ജഡ്ജസിനോട് തന്റെ വശം വിശദീകരിക്കാൻ തുടങ്ങി. തനിക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമില്ലെന്നും അമ്മ തന്റെ കൂടെ കണ്ടത് തന്റെ ഉമ്മയെയാണെന്നും അഗും പറഞ്ഞു. തന്റെ ഉമ്മയെ ഡിവോഴ്സ് ചെയ്ത ശേഷമായിരുന്നു വാപ്പ രണ്ടാമത് വിവാഹം കഴിച്ചത്. ഇത്രനാളും താൻ തന്റെ ഉമ്മയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നെന്നും ഒടുവിൽ ഉമ്മയെ തനിക്ക് കണ്ടുകിട്ടിയപ്പോ ഉമ്മയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നെന്നും ഉമ്മ തനിക്ക് ഒരു ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അഗും ജഡ്ജസിനോട് കൂട്ടിച്ചേർത്തു. പിന്നാലെ അവൻ അമ്മയോടായി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വിശദമായിട്ടെഴുതി ടേബിളിൽ ഞാനൊരു കത്തായി വെച്ചിരുന്നു. നീ അത് കണ്ടില്ലല്ലേ? ഇല്ലെങ്കിൽ നീയൊക്കെ തട്ടിത്തെറിപ്പിച്ചപ്പോ അത് ശ്രദ്ധയിൽപ്പെടാതെ പോയി കാണും. അഗുമിന്റെ വിശദീകരണങ്ങൾ ഞെട്ടലോടെയായിരുന്നു അമ്മ കേട്ടത്. ജഡ്ജ് ചോദിച്ചു, ഈ മോഡേൺ കാലഘട്ടത്തിൽ ഒരു വാട്സപ്പ് അയക്കാതെ ആരാ ലെറ്ററൊക്കെ എഴുതി വെക്കുന്നേ? ഉടൻ വന്നു അഗുമിന്റെ മറുപടി. അമ്മ ഉപയോഗിക്കുന്നത് സാധാ കീപാഡ് ഫോൺ ആയിരുന്നു. അതുകൊണ്ടാണ് വാട്സപ്പ് അയക്കാത്തതെന്ന്. വിവരങ്ങളൊക്കെ കേട്ടതും അഗുമിന്റെ പേരിൽ ഒരു കുറ്റവും കാണുന്നില്ലല്ലോ. നിങ്ങളൊന്ന് സംസാരിച്ച് തീരുമാനിക്ക് എന്ന് പറഞ്ഞ ജഡ്ജസ് അവരെ പറഞ്ഞയച്ചു. മറുവശത്ത് ബിയാനും താരിയും അക്സയുടെ വീടിന് മുമ്പിലേക്ക് എത്തിയിരുന്നു. ഗേറ്റ് ലോക്കായിരുന്നു. എങ്ങനെ അകത്ത് കിടക്കും എന്നവർ ആലോചിച്ചു. മതിൽ ചാടി കടക്കാനായിരുന്നു ബിയാന്റെ തീരുമാനം. ബിയാൻ കഷ്ടപ്പെട്ട് മതിൽ ചാടി മറുവശത്ത് കടന്നപ്പോ താരി ആകട്ടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നിരുന്നു. ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. ഒന്ന് ലോക്ക് തുറന്നാൽ മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ച താരിയെ നോക്കി ബിയാനും പുഞ്ചിരിക്കുന്നുണ്ട്. അവർ അവിടെ നിന്നും അകത്തേക്ക് ചെന്നപ്പോ വാതിൽക്കൽ ഒരു പട്ടി കിടക്കുന്നു. ബിയാനും താരിക്കും പട്ടിയെ പേടിയാണ്. ഒരു
തരത്തിൽ പട്ടിയുടെ അടുത്തുപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ മറുവശത്ത് ചെന്നു. പക്ഷെ അപ്പോഴേക്കും പട്ടി കടിക്കുവാൻ കുരച്ചുകൊണ്ട് അവർക്കെതിരെ ചെല്ലുന്നുണ്ടായിരുന്നു. ബിയാനൊന്നും പറ്റാതിരിക്കാൻ താരി തനിക്ക് എന്തും വരട്ടെ എന്ന് കരുതി ബിയാന്റെ മുമ്പിൽ കയറി നിന്നു. പട്ടി കടിച്ചില്ല, തന്റെ കുര തുടർന്നു. അപ്പോഴേക്കും അക്സയുടെ വാപ്പയും ഉമ്മയും ഇറങ്ങി വന്നു. ബിയാൻ കാര്യങ്ങൾ അക്സയുടെ വാപ്പയോടും ഉമ്മയോടും വിശദീകരിച്ചു. കിനാൻ എവിടെയാണെന്നും അവളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് താൻ വന്നത് എന്നും അറിയിച്ചു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അക്സയുടെ വാപ്പയും ഉമ്മയും പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരെങ്ങോട്ടാ പോയതെന്ന് അറിയില്ലല്ലോ, അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് അക്സയുടെ വാപ്പയും ഉമ്മയും പറഞ്ഞതും എന്ത് ചെയ്യണം എന്നറിയാതെ ബിയാൻ കുഴങ്ങി നിന്നു. അപ്പോഴാണ് അക്സയുടെ അനിയൻ വന്നത്. കിനാനും അക്സയും ചേർന്ന് നഗരം വിട്ട് പുറത്തു പോവാൻ ട്രെയിൻ ടിക്കറ്റ് അടക്കം എടുത്ത കാര്യം അവൻ അറിയാമായിരുന്നു. അവൻ അക്കാര്യം ബിയാനോടായി പറഞ്ഞു. വൈകാതെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. ബിയാനും താരിയും ഉടനടി അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. മറുവശത്ത് കോർട്ടിൽ നിന്ന് അമ്മ പുറത്തേക്ക് വരികയായിരുന്നു. അക്സയുടെ ബയോളജിക്കൽ മദർ അമ്മയോട് സംസാരിക്കാനെത്തി. ചെറുപ്പത്തിലായിരുന്നു അക്സയുടെ വാപ്പയും ഞാനും പിരിയുന്നത്. ഞങ്ങളുടെ ഡിവോഴ്സും മറ്റും അവന്റെ മനസ്സിൽ വലിയ ആഘാതം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടായിരുന്നു എല്ലായ്പ്പോഴും വിവാഹത്തിനും കുട്ടികൾ ഉണ്ടാവുന്നതിനും ഒക്കെ അവൻ ഭയപ്പെട്ടിരുന്നത്. മോളോട് അവന് വലിയ സ്നേഹമാണ്. നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ. മോള് ശ്രമിച്ചാൽ അകുമിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. മോളെ വിശ്വസിച്ച് അകുമിനെ ഞാൻ മോളുടെ കൂടെ വിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. മറുവശത്ത് താരിയും ബിയാനും വേഗത്തിൽ പുറപ്പെട്ട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. സ്റ്റേഷനിലേക്ക് അവർ കയറുമ്പോൾ ട്രെയിൻ പുറപ്പെട്ടു തുടങ്ങുകയായിരുന്നു. കിനാനെയും അക്സയെയും നോക്കിയിട്ട് അവർക്ക് കണ്ടുകിട്ടിയില്ല. ഒടുവിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിനാൻ എന്ന് വിളിച്ചുകൊണ്ട് ബിയാൻ വിളിച്ചു പറഞ്ഞു. നമ്മുടെ വാപ്പ തീരെ സുഖമില്ലാതെ അറ്റാക്ക് വന്ന ആശുപത്രിയിലാണ്, നീ ഇറങ്ങി വരണം. ബിയാന്റെ വിളിച്ചു പറയൽ കേട്ട് കിനാൻ ജനൽ വശത്തെ ഡോർ തുറന്ന് അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു. ബിയാനും കിനാനും നേരിട്ട് കണ്ടു. പക്ഷെ അപ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. കിനാനും അക്സയ്ക്കും ഇറങ്ങാനും സാധിച്ചില്ല. അവർ പോയല്ലോ എന്ന് കരുതി ബിയാൻ ദുഃഖിതനായി. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ബിയാൻ താരിക്കൊപ്പം തിരികെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. മറുവശത്ത് അമ്മയും വാപ്പയും കോടതിയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. അവർ വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കെ അകം അങ്ങോട്ടേക്ക് വന്നു. അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയാം, ഞാൻ ഒരിക്കലും നിനക്ക് നല്ലൊരു ഭർത്താവായിരുന്നില്ല. നിന്നെ വേണ്ട പോലെ കെയർ ചെയ്തിട്ടില്ല. എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നീ എന്നോട് അതിനൊക്കെ ക്ഷമിക്കണം. എനിക്കിപ്പോ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഒരിക്കലും ഇനി പഴയ പോലായിരിക്കില്ല. നിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ട്. കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കാമോ? അമ്മയ്ക്കും അകുമിനോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നു. അവളത് പറഞ്ഞതും അകുമും മറ്റുള്ള എല്ലാവരും സന്തോഷിച്ചു. അമ്മയും അകുമും കെട്ടിപ്പിടിച്ചു. വാപ്പയും അവരുടെ സന്തോഷത്തിന്റെ കൂടെ ചേർന്നു. മറുവശത്ത് താരിയും ബിയാനും ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ഉമ്മയ്ക്കടുത്തെത്തി ബിയാൻ പറഞ്ഞു. കിനാനെ കണ്ടെങ്കിലും അവളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. ട്രെയിൻ വിട്ടുപോയി. താരി ബിയാനെയും ഉമ്മയെയും സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. കിനാനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരാം എന്ന തരത്തിലായിരുന്നു അത്. അവർ സംസാരിച്ചിരിക്കെ അങ്ങോട്ടേക്ക് കിനാൻ കടന്നു വന്നു. കിനാൻ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തി എന്ന് ബിയാൻ ചോദിച്ചു. സ്റ്റേഷനിലെത്തി ബിയാൻ വിളിച്ചു പറഞ്ഞത് തങ്ങൾ കേട്ടെന്നും അത് കേട്ട് അക്സയ്ക്ക് കുറ്റബോധം തോന്നിയെന്നും അക്സ തന്നെ അടുത്ത സ്റ്റേഷനിലിറങ്ങി തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നും കിനാൻ വ്യക്തമാക്കി. കിനാൻ പിന്നാലെ ഉമ്മയുടെ അടുത്തെത്തി ക്ഷമ ചോദിച്ചു. താൻ അങ്ങനെ വാപ്പയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നുവെന്നും അതുകൊണ്ടല്ലേ വാപ്പയ്ക്ക് ഇങ്ങനെ വന്നതെന്നും തന്നോട് ക്ഷമിക്കണം, ഞാനിനി തെറ്റായതൊന്നും ചെയ്യില്ല എന്നും കിനാൻ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ കിനാനെ ആശ്വസിപ്പിച്ചു. മോളെ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും. ഇപ്പോ വാപ്പയുടെ അടുത്ത് പോയി സംസാരിക്ക്. മോളെ കാണുമ്പോ അദ്ദേഹത്തിന് ആശ്വാസമാകും. കിനാൻ പിന്നാലെ വാപ്പയെ കാണാൻ മുറിയിലേക്ക് ചെന്നു. ഉമ്മ അക്സയോടും അവളോടൊപ്പം ചെല്ലൂ എന്ന് പറഞ്ഞിരുന്നു. അക്സയും കിനാന്റെ ഒപ്പം വാപ്പയുടെ മുമ്പിലെത്തി. വാപ്പയ്ക്കടുത്തെത്തിയ കിനാൻ വാപ്പയോട് ക്ഷമ ചോദിച്ചു. താൻ അത്തരത്തിലൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നുവെന്നും എന്റെ മേലുള്ള എല്ലാ അധികാരവും വാപ്പയ്ക്കാണുള്ളതെന്നും വാപ്പ പറയുന്ന പോലെയെ താൻ പ്രവർത്തിക്കൂ, എന്നോട് ക്ഷമിക്കണം എന്നും അവൾ ആവർത്തിച്ചു പറഞ്ഞു. മറുവശത്ത് താരിയും ബിയാനും ഉമ്മയും സംസാരിച്ചിരിക്കുകയായിരുന്നു. ഫാത്തിഹ് ബിയാന്റെ മടിയിൽ കിടന്നുറങ്ങിപ്പോയിരുന്നു. താരിക്കൊരു മെസ്സേജ് വന്നു. തനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് താരി പുറപ്പെടാനൊരുങ്ങി. സൽമാൻ ഒരിടത്ത് തനിക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നും താരി പറഞ്ഞിരുന്നു. ഫാത്തിഹ് ഉറങ്ങിയല്ലോ, അവനെ കൊണ്ടുപോവണ്ട, അവൻ ഇവിടെ കിടന്നോട്ടെ, ഞാൻ കൊണ്ടെന്നാക്കിക്കോളാം എന്ന് ബിയാൻ പറഞ്ഞതും അതിനെന്താ, ഫാത്തിഹ് നിങ്ങളുടെയും കൂടി മകനല്ലേ, ഇവിടെ നിന്നോട്ടെ എന്നായിരുന്നു താരിയുടെ മറുപടി. പിന്നാലെ താരിയെ താൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് ബിയാൻ പറഞ്ഞു. യാത്രയ്ക്കൊടുവിൽ സൽമാനുള്ള ഇടത്തേക്ക് ബിയാനും താരിയും എത്തിയിരുന്നു. അവരിരുവരും സൽമാൻ ഉണ്ടായിരുന്ന മ്യൂസിയത്തിന്റെ ഭാഗത്തേക്ക് നടന്നു കയറാൻ തുടങ്ങി. ഇതേസമയം സാറയും സൽമാനും അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. സാറ സൽമാനോട് ചോദിച്ചു, നമ്മളുണ്ടാക്കിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നീ താരിയെ വിവാഹം കഴിച്ചത്, എന്നിട്ട് നീ അതിൽ നിന്ന് കാലുമാറി. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എപ്പോഴാണ് താരിയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്? അവരുടെ പിന്നിൽ വന്നു നിന്നിരുന്ന താരിയാകട്ടെ സാറയുടെയും സൽമാന്റെയും ആ സംസാരം കേട്ടിരുന്നു. താരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നീ എന്നെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു വിവാഹം ചെയ്തത് എന്ന് താരി അലറി ചോദിച്ചു. താരിയുടെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് സാറയും സൽമാനും തിരിഞ്ഞു നോക്കുകയാണ്.
പറയുകയാണ്. താരിയൊക്കെ കേട്ടിരിക്കുന്നു എന്ന് മനസ്സിലായതും സൽമാന് കള്ളം പറയാൻ സാധിക്കുമായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ എന്തൊക്കെയായി സംഭവിക്കുന്നത് എന്നുള്ള ഷോക്ക് താരിക്കും വന്നിരുന്നു. അവിടെ നിൽക്കാൻ താരിക്ക് തോന്നിയില്ല. താരിയോടി ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്ക് കയറി. അവർ മുകളിലേക്ക് എത്തുമ്പോ താരി ദുഃഖത്തിൽ ഒരിടത്ത് നിൽക്കുകയായിരുന്നു. സൽമാൻ തന്നെ പ്ലാൻ ചെയ്ത് ചതിച്ചല്ലോ എന്ന് ചിന്തിച്ച് താരി കരയുന്നുണ്ടായിരുന്നു. സൽമാൻ താരിക്കടുത്ത് ചെന്ന് സംസാരിച്ചു. അത്രയും നാളും നടന്ന ഓരോ കാര്യങ്ങളും സൽമാൻ താരിയോട് വിശദീകരിച്ചു. സാറയും താനും പദ്ധതിയിട്ടതും പിന്നീട് താരിക്കൊപ്പം ജീവിച്ചു തുടങ്ങിയപ്പോ തനിക്കതിൽ സന്തോഷം തോന്നി തുടങ്ങിയതും താരിയോടൊപ്പം ജീവിക്കാൻ താൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ താരിയുടൻ ബിയാനോട് ചോദിച്ചു. ഇതിൽ നിനക്കും പങ്കുണ്ടോ? എനിക്കിതിൽ ഒരു പങ്കുമില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, ബിയാൻ താരിയോട് പറഞ്ഞു. ഉടൻ സാറ പറഞ്ഞു, എല്ലാം എന്റെ തെറ്റാണ്. നിന്നെയും ബിയാനെയും ചേർക്കാൻ വേണ്ടി എന്റെ ഒരു ശ്രമമായിരുന്നു. പക്ഷെ അതിങ്ങനെയായി പോയി. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ താരി മുമ്പോട്ട് നടന്നു. അവരൊക്കെയും താരിയുടെ പിന്നാലെ ചെന്നു. സൽമാൻ തുടർന്നു പറഞ്ഞു, നിന്നെ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് നിന്നെ ഇഷ്ടമായി, നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടായിരുന്നു നിനക്ക് നല്ലൊരു ഭർത്താവായും ഫാത്തിഹിന് നല്ലൊരു വാപ്പയായും ഞാൻ അവിടെ തുടർന്നത്. പക്ഷേ നിന്റെ കൂടെ ജീവിക്കുന്ന ഓരോ ഘട്ടത്തിലും നിന്റെ ഉള്ളിൽ ബിയാൻ മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഒരാളുടെ ഉള്ളിലെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്നും ഞാൻ മനസ്സിലാക്കി. മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. നിനക്കും എനിക്കും വിവാഹം നടന്ന ആ രാത്രിയിൽ നിന്നെ കാണുവാൻ നിന്റെ റൂമിന്റെ ഭാഗത്തേക്ക് ഞാൻ വന്നിരുന്നു. ബിയാൻ ആ സമയം നിന്റെ റൂമിന്റെ വെളിയിൽ നിന്ന് പറഞ്ഞതത്രയും ഞാൻ കേൾക്കുകയും ചെയ്തു. എത്ര നാൾ കഴിഞ്ഞാലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് ബിയാൻ പോയി കഴിഞ്ഞും നീ വാതിലിന്റെ മറവിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടത് ഞാൻ മാത്രമാണ്. ബിയാൻ കേട്ടിട്ടില്ല. നീ അന്ന് ബിയാനോട് പറഞ്ഞത് ഇതായിരുന്നു, വിവാഹം എന്നത് ഒരു കുട്ടിക്കളിയല്ല, എന്നിരുന്നാലും എന്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം മാത്രമാണ്. നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ വീണ്ടും താല്പര്യപ്പെടുന്നു. ഐ ലവ് യു. അന്ന് നീ പറഞ്ഞ വാക്കുകൾ കേട്ടതുകൊണ്ടാണ് നിന്നോട് ഇഷ്ടം തോന്നിയിട്ടും പൂർണ്ണമായും നിന്റെ ഇഷ്ടം കിട്ടിയാൽ മാത്രമേ നിന്റെ കൂടെ ഒരു ജീവിതം തുടങ്ങൂ എന്ന് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ടായിരുന്നു ഞാൻ വേറൊരു മുറിയിലും താമസിച്ചത്. പക്ഷേ ഇത്ര നാൾ തുടർന്നിട്ടും നിന്റെ സ്നേഹം നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിനക്കിപ്പോഴും ബിയാനെ തന്നെയാണ് ഇഷ്ടം. നമ്മുടെ വിവാഹം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണ്ട, നമുക്ക് പിരിയാം. സൽമാൻ അതും പറഞ്ഞു പോയി. താരി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കരയുന്ന താരിയെ ബിയാൻ വേദനയോടെ നോക്കി നിന്നു. ഇതേ സമയം മറുവശത്ത് കിനാന്റെ വാപ്പ മയക്കത്തിൽ നിന്നുണർന്നിരുന്നു. കിനാൻ വാപ്പയ്ക്കടുത്ത് വീണ്ടും ക്ഷമ ചോദിച്ചു. വാപ്പ അവളോട് തിരികെ തിരക്കി. മോൾ ഇപ്പോഴും അവനെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെയെന്നായിരുന്നു അവളുടെ മറുപടി. കിനാന്റെ വാപ്പ പറഞ്ഞു, എങ്കിൽ വൈകിക്കണ്ട, വൈകാതെ വിവാഹത്തിനുള്ള തീയതി നമുക്കങ്ങ് തീരുമാനിച്ചേക്കാം. കിനാന് അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. അക്സ പറഞ്ഞു. അധികം വൈകാതെ സൽമാൻ താരിയുടെ വല്യച്ഛനെയും വല്യമ്മയെയും കണ്ടു. വിവാഹമോചനത്തിന്റെ കാര്യം അറിയിച്ചു. ഞെട്ടലോടെയായിരുന്നു അവർ കേട്ടത്. ഇത് നിന്റെ തീരുമാനമാണോ അതോ താരിയുടെ തീരുമാനമാണോ? അവർ ചോദിച്ചു. എന്റേതാണെന്ന് സൽമാൻ പറഞ്ഞു. പിന്നാലെ നടന്ന കാര്യങ്ങളത്രയും വിശദീകരിച്ചു. താരി ഇപ്പോഴും ബിയാനെയാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഫാത്തിഹും അവന്റെ വാപ്പയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഏറ്റവും ഉചിതം ഇത് തന്നെയാണ് എന്നും സൽമാൻ പറഞ്ഞു. നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നായിരുന്നു താരിയുടെ വല്യച്ഛന്റെ ചോദ്യം. ഉറച്ചു നിൽക്കുന്നെന്ന് സൽമാൻ പറഞ്ഞതും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയായിരുന്നു. വൈകാതെ റിലീജിയസ് കോർട്ടിൽ സൽമാനും താരിയും ഹാജരായി. കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി കേട്ടു. താരിയെ പിരിയുന്നതിൽ സൽമാന് വേദനയുണ്ടായിരുന്നു. എന്നാലും താരിയുടെ സന്തോഷം, ഇഷ്ടം അതൊക്കെ നടക്കട്ടെ എന്നും സൽമാൻ കരുതി. അങ്ങനെ അവർക്ക് വിവാഹമോചനം അനുവദിക്കപ്പെട്ടു. അധികം വൈകാതെ സൽമാൻ വീട് വിട്ട് തന്റെ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. ഫാത്തിഹിനോട് സൽമാൻ യാത്ര പറഞ്ഞു. ഇനി എന്നെ ഖുർആൻ പഠിപ്പിച്ചു തരാൻ വരില്ലേ എന്ന് ചോദിച്ചപ്പോ സൽമാൻ ഫാത്തിഹിനെ കെട്ടിപ്പിടിച്ചു. അതൊക്കെ കണ്ട് താരിക്കും വല്ലാതെ ഫീലാകുന്നുണ്ട്. ഡർമിയോടും താരിയോടും യാത്ര പറഞ്ഞ് സൽമാൻ വീട് വിട്ടുപോയി. അധികം വൈകാതെ കിനാന്റെ വാപ്പയും സുഖപ്പെട്ട് വീട്ടിലേക്കെത്തിയിരുന്നു. അവരുടെയൊക്കെ ജീവിതം പഴയ പോലെ സന്തോഷത്തിലായി. മറുവശത്ത് താരിയാകട്ടെ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് വലിയ ദുഃഖത്തിലായിരുന്നു. ഇനി എന്തു ചെയ്യണം എന്നൊരു പിടിയുമില്ല. അവൾ ചിന്തയിലാണ്ടിരുന്നു. എന്തു വന്നാലും താരി അഭയം തേടൽ ദൈവത്തിൽ തന്നെയാണല്ലോ. അവൾ പ്രാർത്ഥനയിൽ മുഴുകി തനിക്കൊരു വഴികാട്ടാൻ അപേക്ഷിച്ചു. മറുവശത്ത് ബിയാനാണെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. ബിയാന്റെ ബിസിനസ് മെച്ചപ്പെട്ടു. ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് പുതുതായി തുറന്ന സംരംഭങ്ങളടക്കം സക്സസ്ഫുൾ ആയി. അകുമും അമ്മയുമാണെങ്കിൽ പഴയ പോലല്ലാതെ നല്ല സ്നേഹത്തിലായി. അകും ആഗ്രഹിച്ച പോലൊരു ജോലി അകുമിന് കിട്ടിയിരുന്നു. പഴയ പോലല്ലാതെ അമ്മയുടെ സുഖാന്വേഷണത്തിനായി അകും എപ്പോഴും അവളെ കാണാനെത്തും. അവളോട് സ്നേഹത്തോടെ പെരുമാറും. അവരും ഏറെ സന്തോഷത്തിലായിരുന്നു. വരാനിരിക്കുന്ന കുട്ടിക്കായി അവരൊക്കെ സന്തോഷത്തോടെ കാത്തിരുന്നു. ഫാത്തിഹ ആണെങ്കിൽ സൽമാനും കൂടി പോയതോടെ ഒറ്റപ്പെട്ടു. എപ്പോഴും വാപ്പയെപ്പറ്റി അവൻ ആലോചിക്കുകയും ചെയ്തിരുന്നു. ഫാത്തിഹിന്റെ ആ അവസ്ഥ താരി നോക്കിക്കാണുന്നുണ്ട്.
നോക്കുന്നുണ്ടായിരുന്നു. താരി ഫാത്തിഹിന് ബിയാനെ ഫോൺ ചെയ്തു കൊടുത്തു. ബിയാനും ഫാത്തിഹും സന്തോഷത്തോടെ സംസാരിക്കുന്നത് പുഞ്ചിരിയോടെ താരി നോക്കിക്കാണുന്നുണ്ട്. ഒക്കെ വിട്ടുകളഞ്ഞ് താരിയും തന്റെ ജീവിതവുമായി മുമ്പോട്ട് പോവാൻ ആരംഭിച്ചു. ഒരു ദിവസം മമ്മി വിളിച്ച് അവളെ മീറ്റ് ചെയ്യാൻ താരി ഒരു കഫേയിൽ പോയി. അവിടെത്തി അവരിരുവരും സംസാരിച്ചിരിക്കാൻ തുടങ്ങി. അകുമും മമ്മിക്കൊപ്പം ഉണ്ടായിരുന്നു. കുട്ടി ഉണ്ടാവുന്നവരെ താൻ ഇവിടെ ഉണ്ടാവുമെന്നും അത് കഴിഞ്ഞ് അകുമിനൊപ്പം മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുമെന്നും അകുമിന് അവിടെയാണ് ജോലി കിട്ടിയിരിക്കുന്നത് എന്നും മമ്മി താരിയോട് പറഞ്ഞു. ഞാൻ നിന്നെ മിസ് ചെയ്യും എന്ന് താരി പറഞ്ഞിരിക്കെ അങ്ങോട്ടേക്ക് ചിരിയോടെ ബിയാൻ കയറി വന്നു. താരിയെ വിളിച്ചുകൊണ്ടായിരുന്നു അവന്റെ വരവ്. ബിയാൻ അങ്ങനെ തന്നെ കാണാൻ വന്നത് കണ്ടതും താരി സന്തോഷത്തിലാകുന്നുണ്ട്. അധികം വൈകിയില്ല. ബിയാൻ വീണ്ടും താരിയെ പ്രപ്പോസ് ചെയ്തു. കുടുംബാംഗങ്ങളൊക്കെ കൂടെയുണ്ടായിരുന്നു. താരി സന്തോഷത്തോടെ പ്രപ്പോസൽ സ്വീകരിച്ചു. വീണ്ടും അവരുടെ വിവാഹം ഉറപ്പിക്കപ്പെടുകയാണ്. ആദ്യ വിവാഹം പോലല്ല, രണ്ടാളും വലിയ സന്തോഷത്തിലായിരുന്നു. വൈകാതെ വിവാഹ ചടങ്ങുകൾക്കു വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചു. സന്തോഷത്തോടെ ബിയാനും താരിയും വിവാഹിതരായി. അവരുടെ വിവാഹത്തിൽ ഏവരും സന്തോഷിച്ചിരുന്നു. താരിയും ബിയാനും വീണ്ടും ഒന്നുചേരുന്നതിൽ ഡാർമിയായിരുന്നു കൂടുതൽ സന്തോഷിച്ചത്. അടുത്തൊരു ദിവസം സൽമാനെ കാണാൻ സാറ സൽമാന്റെ വീട്ടിൽ ചെന്നു. സൽമാൻ സാറയ്ക്കായി ഭക്ഷണമൊക്കെ എടുത്തുകൊടുത്തിരുന്നു. അവരിരുവരും ഇരുന്ന് സംസാരിച്ചു. സൽമാൻ പറഞ്ഞു, ഞാനും താരിയും വിവാഹമോചിതരായ ശേഷം മുത്തശ്ശി എന്നോട് വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തി. സാറ ഒന്ന് ഷോക്കായെങ്കിലും ആരാണ് ആ പെൺകുട്ടി എന്ന് സൽമാനോട് ചോദിച്ചു. ആ പെൺകുട്ടിയുടെ ചിത്രം ദാ കർട്ടന് പിന്നിലുണ്ട്, നീ ചെന്ന് നോക്കിക്കോ എന്ന് സൽമാൻ പറഞ്ഞതും സാറ എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ മാറ്റി നോക്കി. അതിന് പിന്നിലുണ്ടായിരുന്നത് ഒരു കണ്ണാടിയായിരുന്നു. തന്നെ സാറ അതിൽ നോക്കിക്കണ്ടു. അവൾക്ക് അതിശയവും ഞെട്ടലും സന്തോഷവും തോന്നി. എന്നെയാണോ സൽമാൻ നീ തിരഞ്ഞെടുത്തത് എന്ന് സാറ അവനോട് ചോദിച്ചു. നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് സാറ. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സൽമാൻ സാറയോട് തിരക്കി. സാറയ്ക്ക് അത്രമേൽ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ അവൾ തനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചു. അവരിരുവരും ഒരുപാട് സന്തോഷിച്ച് സംസാരിച്ചു നിന്നു. അവരുടെ സംസാരവും സന്തോഷവുമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സൽമാന്റെ മുത്തശ്ശിയും സാറയുടെ വാപ്പയും നോക്കിക്കണ്ടിരുന്നു. അവർക്കും വലിയ സന്തോഷം തോന്നി. സൽമാനും സാറയും അങ്ങനെ ഒന്നിക്കുകയായിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് വിവാഹശേഷം സൽമാനും താരിയും അവർക്കേറെ ഇഷ്ടപ്പെട്ട ഐലൻഡിൽ വീണ്ടും ടൂറിനായി പോയിരുന്നു. പഴയ പോലല്ലാതെ ബിയാൻ താരിക്കും ഫാത്തിഹിനും ഒപ്പം തന്നെ നിന്നു. അവിടെ വെച്ച് ബിയാൻ താരിയോട് മനസ്സ് തുറന്നു പറഞ്ഞു, ഇനിയങ്ങോട്ട് ഞാൻ നിനക്ക് നല്ലൊരു ഭർത്താവും നല്ലൊരു കാമുകനും ഫാത്തിഹിന് നല്ലൊരു അച്ഛനുമായിരിക്കും. ഞാൻ നിനക്ക് നല്ലൊരു ഭാര്യയും കാമുകിയും ഫാത്തിഹിന് നല്ലൊരു ഉമ്മയുമായിരിക്കും. ഈ ഇഹലോകത്തു മാത്രമല്ല പരലോകത്തും നമുക്കൊരുമിച്ച് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ദൈവം കൽപ്പിച്ചു തന്ന എന്റെ പാതിയാണ് നീ. നിന്നെ ഞാൻ ഏറെ സ്നേഹിക്കുന്നു. അതും പറഞ്ഞ താരി ബിയാനെ കെട്ടിപ്പിടിച്ചു. ബിയാനും താരിയെ പുണരുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ വെഡ്ഡിംഗ് എഗ്രിമെന്റ് എന്ന സീരീസ് അവസാനിക്കുകയാണ്. രസകരമായ ഈ സീരീസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.